വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്കൊരു കുഞ്ഞു ടോപ്പിക്കാണ് കവർ ചെയ്യാനുള്ളത്, പൊളിറ്റിയിലെ റിട്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഇതുപോലുള്ള ടോപ്പിക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. റിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീഗൽ ഓർഡർ അല്ലെങ്കിൽ ഒരു നിയമകൽപ്പനയാണ് റിട്ട്. 2022 CGL മെയിൻസിന് ഡയറക്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എത്ര റിട്ട് ഉണ്ട് എന്നുള്ളത്. നമ്പർ ഓഫ് റിട്ട്സ് 5 റിട്ടാണുള്ളത്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് HMQPC എന്ന് ഓർത്താൽ മതി. ഹെഡ് മാസ്റ്റർ ക്യൂവിൽ നിന്ന് PC വാങ്ങി. HMQPC, ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, ക്യോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോറാറി നമ്മൾ പറയും. ഇനി ഈ റിട്ട് ബോറോ ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ ഓരോ ഫീച്ചേഴ്സും നമ്മൾ ഓരോ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് റിട്ട്. അത് ഓർത്ത് വെക്കുക, ബ്രിട്ടൻ റിട്ട്. ഇനി ആർക്കാണ് ഈ റിട്ട് പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരമുള്ളത്? സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനുമാണ് ആ അധികാരമുള്ളത്. ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്? സുപ്രീം കോർട്ടിനാണോ ഹൈക്കോർട്ടിനാണോ റിട്ട് അധികാരം കൂടുതലുള്ളത് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. പക്ഷെ റിട്ട് അധികാരം കൂടുതലുള്ളത് ഹൈക്കോർട്ടിനാണ്. അതെങ്ങനെയാ നോക്കാം. ഈ സുപ്രീം കോർട്ടിന് റിട്ട് പുറത്തിറക്കാനുള്ള അധികാരം കിടക്കുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. ഇത് എന്തിനാണ് പുറത്തിറക്കുന്നതെന്ന് ചോദിച്ചാൽ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമുക്ക് 6 മൗലികാവകാശങ്ങളുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടാൽ ഏതൊരു പൗരനും എന്ത് ചെയ്യാം? ഡയറക്റ്റ് കോടതിയെ സമീപിക്കാം. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കപ്പെട്ടാൽ മാത്രമേ സുപ്രീം കോടതിയുടെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഹൈക്കോടതി റിട്ട് പുറത്തിറക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. അപ്പോൾ ഇതിൽ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കപ്പെട്ടാൽ മാത്രമല്ല, എനി അതർ ഇല്ലീഗാലിറ്റി, വേറെ ഏത് കേസിനും എന്ത് ചെയ്യാം? ഹൈക്കോടതിക്ക് റിട്ട് പുറത്തിറക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ റിട്ട് അധികാരം കൂടുതലുള്ളത് ആർക്കാണ്? ഹൈക്കോർട്ടിനാണെന്ന് ഓർത്തു വെക്കാം. ഇനി ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി, ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ പറഞ്ഞത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ട്, ആത്മാവ് എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 32 ആണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ സുപ്രീം കോടതി പറഞ്ഞത് ബേസിക് ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിളിനെ നമ്മുടെ പാർലമെന്റിൽ തൊടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് കനോട്ട് ബി അബ്രിഡ്ജ്ഡ്, ഇത് വെട്ടിച്ചുരുക്കാനോ അല്ലെങ്കിൽ ടേക്കൺ അവേ ബൈ അമെന്റ്മെന്റിലൂടെ എടുത്തു മാറ്റാനോ ഒന്നും പറ്റാത്ത ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. ഓക്കെ, ഇനി നമുക്ക് ഓരോ റിട്ടായിട്ട് നോക്കാം. അതിൽ ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. എന്തായിരുന്നു നമ്മുടെ കോഡ്? HMQPC. അപ്പൊ അതിൽ H എന്താണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് അർത്ഥം. ഇതൊരു ലാറ്റിൻ വേർഡ് ആണ്. ഈ റിട്ടൊക്കെ എന്താണ്? ലാറ്റിൻ വേർഡ് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ടു ഹാവ് ദ ബോഡി ഓഫ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, ടു ഹാവ് ദ ബോഡി ഓഫ്. എപ്പോഴാണ് ഈ ഒരു റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത്? വെൻ എ പേഴ്സൺ ഇൻ എ ഫോഴ്സ്ഡ് ഡിറ്റൻഷൻ, ഒരാളെ തടങ്കലിലാക്കിയിരിക്കുന്ന സമയത്ത്, ഒരാളെ നിയമപരമല്ലാതെ തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അയാളെ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ത് ചെയ്യുന്നത്? പുറപ്പെടുവിപ്പിക്കുന്നത്. അപ്പോൾ ഇത് എഗെയിൻസ്റ്റ് ഏതൊരു പേഴ്സൺ എഗെയിൻസ്റ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റും, ഫയൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ റിട്ടും ആർക്കാണോ അവകാശം നിഷേധിക്കപ്പെട്ടത് അയാൾ നേരിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഹേബിയസ് കോർപ്പസിന്റെ കേസ് അയാൾ എവിടെയാണുള്ളത്? തടവിലാണുള്ളത്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണ് എന്ത് ചെയ്യാം? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട റിട്ട് ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്ത റിട്ട് മെൻഡാമസ്. ഈ മെൻഡാമസ് എന്ന് പറയുന്നത് വി കമാൻഡ് ആണ്, ആജ്ഞാപിക്കാം, കമാൻഡ് ചെയ്യുക, കൽപ്പിക്കുകയാണ്. എന്താ കൽപ്പിക്കുന്നത്? വെൻ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ദാറ്റ് ഹി ഹാസ് ഫെയിൽഡ് ഓർ റിഫ്യൂസ് ടു പെർഫോം. ആർക്കെതിരെയാണ്? എ പബ്ലിക് ഒഫീഷ്യൽ, പബ്ലിക് ബോഡി, ഇൻഫീരിയർ കോർട്ട്, ഗവൺമെന്റ്. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നിർവഹിക്കാൻ വേണ്ടി ഒരു കമാൻഡ് കൊടുക്കുന്നതാണിത്, ഈ ഒരു മെൻഡാമസ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി, ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി ഇത് ആർക്കെതിരെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല? പ്രസിഡന്റിനും ഗവർണറിനും എതിരെ അവരുടെ ജോലി അവർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് എന്ത് കൊടുക്കാൻ പറ്റില്ല? മെൻഡാമസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് ക്യോ വാറന്റോ. ക്യോ വാറന്റോ എന്ന് വെച്ചാൽ ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ് എന്നുള്ളതാണ്. ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. ക്യോ വാറന്റോ, ആ വാറന്റ് കണക്ട് ചെയ്യാം.
എന്ത് അധികാരത്തിന്റെ പുറത്താണ് നമ്മുടെ മോഹൻലാലിന്റെ അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ തഹസിൽദാറായിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന തഹസിൽദാർ ജോലി ഒഴിഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട് ക്യൂഒ വാറന്റ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ എന്ത് അധികാരത്തിന്റെ പുറത്താണ് ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള റൈറ്റ് ആണ് ഈ ഒരു ക്യൂഒ വാറന്റോ എന്ന് പറയുന്നത്. ഇനി വെൻ ഹോൾഡിംഗ് ഓഫീസ് ബട്ട് ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു ഹോൾഡ് ദാറ്റ് ഓഫീസ് എന്ന് വെച്ചാൽ അധികാരം ഇല്ലാതെ ഒരു സ്ഥാനത്തിരിക്കാം. ഇത് നമുക്ക് പബ്ലിക് ഒഫീഷ്യലിനും പബ്ലിക് ബോഡിക്കും അതുപോലെ ഇൻഫീരിയർ കോർട്ടിനും ഗവൺമെന്റിനും എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിൽ ഹേബിയസ് കോർപ്പസ് ആർക്കെതിരെ വേണമെങ്കിലും കൊടുക്കാം. മെൻഡാമസും ക്യൂഒ വാറന്റും ഒരു പബ്ലിക് ഒഫീഷ്യൽ, പബ്ലിക് ബോഡി, ഗവൺമെന്റ്, ഇൻഫീരിയർ കോർട്ട് അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി പ്രൊഹിബിഷൻ, ആ പേര് പോലെ തന്നെ പ്രൊഹിബിഷൻ ചെയ്യാണ്, തടസ്സപ്പെടുത്തുകയാണ്. ടു ഫോർബിഡ് ആണ്, തടയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ഹയർ കോർട്ട് ലോവർ കോർട്ടിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. എപ്പം? ടു പ്രിവെന്റ് എക്സീഡിങ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ ഇറ്റ് ഡസ് നോട്ട് പോസസ് എന്ന് വെച്ചാൽ ഓരോ കോടതിക്കും ഒരു അധികാര പരിധിയുണ്ട്. ആ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ആ കോടതി ഡീൽ ചെയ്യുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഹയർ കോർട്ട് കൊടുക്കുന്നതാണ് എന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. ഓക്കെ, അടുത്ത് സെർഷ്യോറാറി. ഈ സെർഷ്യോറാറി എന്ന് പറഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നാണ് അർത്ഥം വരുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഹയർ കോർട്ട് ലോവർ കോർട്ടിൽ തന്നെയാണ്. ഇവിടെ when a lower court acts without jurisdiction or an excess of it or fails to exercise it എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോവർ കോർട്ടിൽ ഒരു കേസ് കൊടുത്തു. അപ്പൊ ആ കേസിൽ സാക്ഷിയും തെളിവുകളൊക്കെ നമുക്ക് അനുകൂലമാണ്. പക്ഷെ വിധി വന്നപ്പം പ്രതിക്ക് പ്രതി സ്വതന്ത്രനാവുകയും നമ്മളെ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒരു അവസ്ഥ വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ കോർട്ടിലേക്ക് അപ്പീൽ പോകാം. അപ്പൊ ഇതാണ് ഈ സെർഷ്യോറാറി എന്ന് പറയുന്നത്. സെർഷ്യോറാറി എന്ന് വെച്ചാൽ ഈ ലോവർ കോർട്ടിൽ നീതി കിട്ടാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ വിധിക്ക് ശേഷമാണ് എന്ത് വരുന്നത്? സെർഷ്യോറാറി വരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 5 റിട്ട് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഹേബിയസ് കോർപ്പസ്, പിന്നെ എന്തായിരുന്നു? മെൻഡാമസ്, ക്യൂഒ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോറാറി. അപ്പൊ അതില് മെൻഡാമസ് എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെൻഡാമസ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. മന്ദഗതിയിൽ ആണ് ആക്ടിവിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കാം. അപ്പൊ മന്ദഗതിയിൽ നടക്കുന്ന ഒന്ന് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മെൻഡാമസ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പബ്ലിക് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് മെൻഡാമസ് കൊടുക്കുന്നത്. അത് ആക്ടിവിറ്റിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഇനാക്ടിവിറ്റിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഇത് പ്രൊഹിബിഷൻ. അതൊരു ഹയർ കോർട്ട് ലോവർ കോർട്ടിന് കൊടുക്കുന്നതാണ്. ഈ ലോവർ കോർട്ട് ജൂറിസ്ഡിക്ഷൻ ലംഘിക്കുന്ന സമയത്ത്. ഇനി പ്രൊഹിബിഷൻ പ്രിവെന്റീവ് ആണ്, അത് തടയുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ സെർഷ്യോറാറി എന്ന് പറയുന്നത് പ്രിവെന്റീവും ആണ്, അത് ക്യൂറേറ്റീവും ആണ്. എന്ന് വെച്ചാൽ അത് തടയുകയും ചെയ്യുന്നുണ്ട്, അത് പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 5 ടോപ്പിക്, 5 റിട്ട്.